ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിലെ 55-ാം മത്സരത്തിൽ RCBയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തോൽപ്പിച്ചിരിക്കുകയാണ്. റണ്ണൊഴുകിയ പിച്ചിൽ 55 റൺസിനാണ് ആതിഥേയരായ ഹൈദരാബാദ് വിജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 4 വിക്കറ്റിന് 255 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ RCBക്ക് 4 വിക്കറ്റിന് 200 റൺസ് എടുക്കാനാണ് സാധിച്ചത്. ഹൈദരാബാദിനോട് തോറ്റെങ്കിലും പോയിന്റ് പട്ടികയിൽ തലപ്പത്താണ് RCB ഉള്ളത്. എന്നാൽ മത്സരത്തിന് ശേഷം RCB ഹീറോ വിരാട് കോഹ്ലിയും ഹൈദരാബാദിന്റെ ട്രാവിസ് ഹെഡും തമ്മിലുള്ള പിണക്കമാണിപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. മത്സരശേഷം വിരാട് കോഹ്ലി ഹെഡിന് ഹസ്തദാനം നൽകാൻ തയ്യാറായില്ല. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ആദ്യത്തെ 2 താരങ്ങൾക്ക് ഹസ്തദാനം നൽകിയ കോഹ്ലി മൂന്നാമനായി എത്തിയ ഹെഡിനെ അവഗണിച്ച് 4ാം സ്ഥാനക്കാരന് ഹസ്തദാനം നൽകുകയാണ് ചെയ്തത്. കോഹ്ലിയുടെ വെല്ലുവിളി പാളി എന്നതാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് ആരാധകർ പറയുന്നത്. ബാറ്റിങ്ങിനിടെ കോഹ്ലി അനാവശ്യമായി ഹെഡിനെ ട്രോൾ ചെയ്തിരുന്നു. വെങ്കടേഷ് അയ്യർ തകർത്തു ബാറ്റ് ചെയ്യവേ ഹെഡിനോട് പന്തെറിയാൻ കോഹ്ലി ആവശ്യപ്പെട്ടിരുന്നു. ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞ് ഹെഡിനെ പരിഹസിക്കാനും ശ്രമിച്ചു. ഹെഡ് ഒന്നും പ്രതികരിക്കുകയും ചെയ്തില്ല. കോഹ്ലി കൈ ചൂണ്ടി വരെ സംസാരിച്ചിട്ടും തല ആട്ടുക മാത്രമാണ് ഹെഡ് ചെയ്തത്. എന്നാൽ കോഹ്ലിയുടെ സ്ലെഡ്ജിങ് കേട്ടതിന് പിന്നാലെ ഇമ്പാക്ട് പ്ലെയറായി സലിൽ അറോറയ്ക്ക് പകരം ഹർഷൽ പട്ടേലിനെയാണ് ഹൈദരാബാദ് ഇറക്കിയത്. കോഹ്ലിയുടെ പന്തെറിയാനുള്ള വെല്ലുവിളി ഹെഡ് ഏറ്റെടുത്തു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. പന്തെറിയാൻ പ്രയാസമുള്ള പിച്ചിൽ 1 ഓവർ പന്തെറിഞ്ഞ ഹെഡ് 1 വിക്കറ്റാണ് നേടിയത്. അതും RCB നായകനായ രജിത് പട്ടിദാറിന്റെ നിർണായക വിക്കറ്റ്. ഈ സംഭവം കോഹ്ലിയെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് പറയാം. അതുകൊണ്ടാണ് കോഹ്ലി ഹെഡിന് മനഃപൂർവ്വം ഹസ്തദാനം നൽകാതിരുന്നത്. ഈ സംഭവം വിരാട് കോഹ്ലി ചോദിച്ചു വാങ്ങിയ പണിയാണെന്നാണ് ആരാധകർ പറയുന്നത്. ഹെഡിനോട് അനാവശ്യമായി കോഹ്ലി ഇത്തരമൊരു വെല്ലുവിളി നടത്തിയതെന്നും ഹെഡ് സീനിയർ താരമെന്ന മര്യാദ കോഹ്ലിയോട് കാട്ടിയെന്നും ആരാധകർ പറയുന്നുണ്ട്. കോഹ്ലി ചെയ്തത് ശരിയായില്ലെന്നാണ് കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത്. ഇത്രയും വലിയ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മത്സരത്തിൽ ബാറ്റ് കൊണ്ടും കോഹ്ലിക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല. 11 പന്ത് നേരിട്ട് 11 റൺസാണ് കോഹ്ലി നേടിയത്. 2 ബൗണ്ടറി മാത്രം നേടിയ കോഹ്ലിയെ യുവ പേസർ സക്കിബ് ഹുസൈനാണ് പുറത്താക്കിയത്. മോശം ബാറ്റിംഗ് പ്രകടനത്തിന്റെ നിരാശയും കോഹ്ലിക്കുണ്ടായിരുന്നു. വെങ്കടേഷ് അയ്യർ 19 പന്തിൽ 44 റൺസും നേടി. ദേവദത്ത് പടിക്കൽ 14 പന്തിൽ 21 റൺസാണ് നേടിയത്. രജിത് പട്ടിദാർ 39 പന്തിൽ 56 റൺസും നേടി. 6 ഫോറും 1 സിക്സുമാണ് നേടിയത്. കൃണാൽ പാണ്ഡ്യ 31 പന്തിൽ 41 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു.